KSRTC കുറിച്ചാണ് ആദ്യം പങ്കുവയ്ക്കാനുള്ളത്. KSRTCയിൽ INTUC അനുകൂല സംഘടനകളുടെ നേതൃത്വത്തിലുള്ള TDFന്റെ പണിമുടക്ക് പുരോഗമിക്കുന്നു. ഇന്നലെ അർദ്ധരാത്രി മുതലാണ് പണിമുടക്ക് ആരംഭിച്ചത്. പണിമുടക്ക് ഒഴിവാക്കാൻ KSRTC MD പ്രമോദ് ശങ്കർ സംഘടനാ നേതാക്കളുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെയാണ് 24 മണിക്കൂർ സമരവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത്. എല്ലാ മാസവും 1-ാം തീയതി ശമ്പളം വിതരണം ചെയ്യണമെന്നുള്ളതാണ് പ്രധാന ആവശ്യം. ജിബിൻ ജെബി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജിബിൻ, ഗുഡ് മോർണിംഗ്. പ്രധാനമായും ഈ TDFന്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? ഈ സമരം ഏതൊക്കെ രീതിയിൽ സാധാരണക്കാരെ ബാധിച്ചിട്ടുണ്ട്? വിശദാംശങ്ങൾ തരൂ ജിബിൻ. മൂർത്തി, ഈ INTUC അനുകൂല സംഘടനകളുടെ ഒരു പണിമുടക്കാണ് ഇപ്പോൾ നടക്കുന്നത്. പ്രത്യേകിച്ച് TDFന്റെ നേതൃത്വത്തിലാണ് ഇന്നലെ അർദ്ധരാത്രി മുതൽ ഈ ഒരു 24 മണിക്കൂർ പണിമുടക്ക് ആരംഭിച്ചു. പക്ഷേ നമുക്ക് പോയി തിരുവനന്തപുരത്ത് കാണുകയാണെന്നുണ്ടെങ്കിൽ ഒരു പണിമുടക്കിൻ്റെ ഒന്നും തന്നെ അന്തരീക്ഷമില്ല. എല്ലാ റൂട്ടുകളിലേക്കുമുള്ള KSRTCയുടെ ബസ്സുകൾ ഓടുന്നുണ്ട്. പ്രത്യേകിച്ച് ദീർഘദൂര സർവീസുകളായിരുന്നാലും മലയോര മേഖലകളിലേക്കും മറ്റ് ഗ്രാമീണ മേഖലകളിലേക്കും ഒക്കെയുള്ള ബസ്സുകൾ ഇവിടെ നിന്ന് കൃത്യമായി ഓടുന്നുണ്ട്. സാധാരണഗതിയിൽ എങ്ങനെയാണോ KSRTC സർവീസുകൾ നടത്തുന്നത് അതേ രീതിയിൽ തന്നെ ഓടുന്നുണ്ട്. പ്രധാനമായിട്ടും ഈ TDFന്റെ മാർച്ച്, ഈ ഒരു പണിമുടക്ക് എന്ന് പറയുന്നത് 12 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഈ ഒരു പണിമുടക്ക് എന്ന് പറയുന്നത്. കാരണം ഈ ഒരു സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ, പ്രത്യേകിച്ച് പുതിയ മന്ത്രിയൊക്കെ തന്നെ വന്ന സമയത്ത് അവർക്ക് എല്ലാ മാസവും 5-ാം തീയതിക്ക് മുമ്പ് ശമ്പളം നൽകുമെന്നുള്ള ഒരു വാഗ്ദാനമൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാ മാസവും പകുതിയായാൽ പോലും അവർക്ക് ശമ്പളം കിട്ടാത്ത ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ അതാണ് പ്രധാന ആവശ്യം. എല്ലാ മാസവും 1-ാം തീയതി തന്നെ അല്ലെങ്കിൽ ആദ്യത്തെ ആഴ്ച തന്നെ കൃത്യമായി അവർക്ക് ശമ്പളം നൽകുക. പിന്നെ അവർക്ക് മുടങ്ങിക്കിടക്കുന്ന DA കുടിശ്ശികകൾ ഉടൻ തന്നെ അനുവദിക്കുക. അതുപോലെ തന്നെ മറ്റ് കോർപ്പറേഷനിലൊക്കെ തന്നെ നടപ്പാക്കുന്നത് പോലെ തന്നെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നടപ്പാക്കുന്നത് പോലെയുള്ള ശമ്പള പരിഷ്കരണങ്ങളൊന്നും തന്നെ KSRTCയിൽ നടക്കുന്നില്ല. അങ്ങനെയുള്ള 12 ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ TDFന്റെ നേതൃത്വത്തിലുള്ള ഈ ഒരു പണിമുടക്ക് നടക്കുന്നത്. പ്രത്യേകിച്ച് ഈ പല സന്ദർഭങ്ങളിലും മന്ത്രിയുമായിട്ടും അതുപോലെ തന്നെ CMD ആയിട്ടും ഒക്കെ തന്നെ ഈ TDFന്റെ ആളുകൾ, പ്രത്യേകിച്ച് ജീവനക്കാരുടെ പ്രതിനിധികളും TDF നേതാക്കളും ഒക്കെ തന്നെ ചർച്ച നടത്തിയിരുന്നു. ഈ ചർച്ചകളൊക്കെ തന്നെ വിപുലമായ സാഹചര്യത്തിലാണ് ഈ ഒരു പണിമുടക്കുമായി മുന്നോട്ട് പോകുന്നതിന് വേണ്ടി KSRTCയിലെ ഈ INTUC അനുകൂല സംഘടനകളുടെ ജീവനക്കാർ തീരുമാനിച്ചത്. ഈ സമരത്തെ നേരിടാൻ വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങളൊക്കെ തന്നെ കോർപ്പറേഷന് സർക്കാർ ചെയ്തിരുന്നു. കാരണം ഈ പണിമുടക്ക് പ്രഖ്യാപിച്ച ഘട്ടത്തിൽ തന്നെ ഡയസ് ലോൺ സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ താൽക്കാലിക ജീവനക്കാരെ മുന്നോട്ട് ഇറക്കിക്കൊണ്ട് ഈ മാറി നിൽക്കുന്ന ഡ്രൈവർമാർക്ക് പകരമായി ഈ താൽക്കാലിക ജീവനക്കാരെ ഉപയോഗിച്ചുകൊണ്ട് സർവീസ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള മുൻകരുതലൊക്കെ തന്നെ കോർപ്പറേഷൻ നേരത്തെ തന്നെ സ്വീകരിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ യാതൊരു തടസ്സവും കൂടാതെ KSRTC ബസ്സുകൾ ഓടുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ അർദ്ധരാത്രി 12 മണിയോട് കൂടിയാണ് ഈ ഒരു സമരം ആരംഭിച്ചത്. ഇന്ന് രാത്രിയോടുകൂടി സമരം അവസാനിക്കും. ഇന്നലെ ഈ സമരം തുടങ്ങിയ സമയത്ത് രാത്രി 12 മണിയോടുകൂടി പാപ്പനങ്ങോട് ബസ് ഡിപ്പോയിൽ മാത്രമാണ് ഒരു ചെറിയ തടസ്സമുണ്ടായത്. അവിടെ നിന്ന് സാധാരണക്കാർക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല എന്നത് ആശ്വാസകരമായ ഒരു കാര്യമാണ്. പക്ഷേ TDF മുന്നോട്ട് വയ്ക്കുന്ന 12 ന്യായമായ ആവശ്യങ്ങൾ, ശമ്പളം കൃത്യമായിട്ട് കിട്ടുക എന്ന് പറയുന്ന ന്യായമായ ഒരു ആവശ്യമല്ലേടേ, അതൊക്കെ കൃത്യമായി കിട്ടുക എന്നത് ഏതൊരാളുടെയും അവകാശമാണ്. ഇതൊരു അവകാശ ലംഘനമായി കൂടി കാണേണ്ടിയിരിക്കുന്നു. അതിപ്പോൾ ഏത് അനുകൂല സംഘടന, ഏത് രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ട ട്രേഡ് യൂണിയനുകളായാലും ശരി. ഇതിപ്പോൾ INTUC അനുകൂല സംഘടനകളാണ്. ഭരണത്തിലിരിക്കുന്ന പാർട്ടിയുമായി ബന്ധപ്പെടുത്തി ഇടത് അനുകൂല സംഘടനകൾക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ KSRTCയെ പോലെയുള്ള സ്ഥാപനങ്ങളുടെ കാര്യമെടുത്താൽ ഇത് ഇത്രത്തോളം കുളമാക്കിയതിൽ ട്രേഡ് യൂണിയനുകൾക്ക്, അതെല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെയും ട്രേഡ് യൂണിയനുകൾക്ക് ഒരു പ്രധാന പങ്കുണ്ട്. അത് നിഷേധിക്കാനാവില്ല.